അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം നഹിസ് നോക്കാമൂന്ന വീട് നിർമ്മാണം, ഗൃഹപ്രവേശനം, കച്ചവടം ആരംഭിക്കുക, വിവാഹ നാൾ നിശ്ചയിക്കുക തുടങ്ങിയവയ്ക്ക് നല്ല ദിവസം നോക്കൽ, കുറ്റിയടിക്കാരനെ കൊണ്ട് നല്ല സ്ഥലം നിർണയിക്കൽ, നഹ്സ് നോക്കൽ തുടങ്ങിയ ആചാരങ്ങൾക്ക് വല്ല അടിസ്ഥാനമുണ്ടോ, ഇത് ശരിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിന് മറുപടി, നഹ്സ് നോക്കുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ചില ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളേക്കാൾ പ്രത്യേകതയുണ്ട്. ഇമാം അബൂദാവൂദും അഹ്മദും സുഹരിയും നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഈ ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഒരാൾ കൊമ്പ് വെപ്പിക്കുകയും അതു കാരണമായി അവന് വെള്ളപ്പാണ്ട് ബാധിക്കുകയും ചെയ്താൽ അവനെ തന്നെയല്ലാതെ ആക്ഷേപിക്കരുത്. മേൽപ്പറഞ്ഞ 2 ദിവസത്തിലും കൊമ്പ് വെക്കരുതെന്ന് പ്രഖ്യാപിച്ചത് അതിന് പറ്റാത്ത ദിവസമായതുകൊണ്ടാണ്. ഇമാം ദാരിമി ഹയാത്തുൽ ഹയവാനിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് കാണുക. ഇമാം ദരീമി ഹയാത്തുൽ ഹയവാനിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്തിൽ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കുക. ആ ദിവസങ്ങൾ മാനം നഷ്ടപ്പെടാനും സമ്പത്ത് നശിക്കാനും കാരണമാകും. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ആ ദിനങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 12, സഫർ 10, റബീഉൽ അവൽ 4, റബീഉൽ ആഖിർ 18, റമദാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ് 18, ജമാദുൽ ഊല 18, ജമാദുൽ ആഖിർ 12, റജബ് 12, ശഅബാൻ 16, ദുൽഹിജ്ജ 8. ഇവയാണ് ആ ദിവസങ്ങളിലെന്ന് ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്. ജാമിഉ സഗീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ട ഓരോ മാസത്തിലെയും ഒടുവിലത്തെ ബുധൻ നഹ്സാകുന്നു എന്നുമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല ദിവസങ്ങളിലും മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച, തിങ്കളാഴ്ച. വീടിന് സ്ഥാനം നിശ്ചയിക്കുന്നതിനും തെളിവുകളുണ്ട്. അതേതാണ്? അതിനും തെളിവുകളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീ, വീട്, കുതിര എന്നിവയിലാണ് അവലക്ഷണം. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, അവലക്ഷണം സ്ത്രീ, താമസ സ്ഥലം, മൃഗം എന്നിവയിലാണ് എന്നും കാണാം. അവലക്ഷണമുണ്ടെങ്കിൽ വീട്, സ്ത്രീ, കുതിര എന്നിവയിലാണത് എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രയാസത്തിനും ദുരിതത്തിനും ഇവ മൂന്നും എല്ലാ സമയത്തും ബന്ധപ്പെടുന്നതിനാൽ അവയിൽ ഗുണമുള്ളത് തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥലം സംബന്ധിച്ച് സാധാരണ ജനങ്ങളിൽ അറിയപ്പെടുന്നതായി പലതും പ്രചാരത്തിലുണ്ട്. ഉദാഹരണം, തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഭൂമിയേക്കാൾ നല്ലത് വടക്ക് ഭാഗത്ത് ചെരിഞ്ഞ് കിടക്കുന്നതാണ്. കാരണം സൂര്യതാപം ഏൽക്കാൻ കുറവായതിനാൽ വടക്ക് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കുന്ന വീടും കൃഷിയും ഗുണമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ അതിൻ്റെ ഗുണദോഷങ്ങൾ ഭൂമിശാസ്ത്ര പണ്ഡിതന്മാർ ഗവേഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി സ്ഥലം നോക്കുന്നതിൽ പന്തികേടൊന്നുമില്ല. മാത്രമല്ല, ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ടപ്പെട്ട ഒരു ഹദീസിൽ ഒരു യാത്രാമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു താഴ്വരയിൽ അന്തിയുറങ്ങി. വിളിച്ചുണർത്താൻ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ദീർഘനേരം ഉറങ്ങാതിരുന്നെങ്കിലും അദ്ദേഹം ഉറങ്ങിപ്പോയി. അതിനാൽ അവർക്ക് സുബ്ഹി നിസ്കാരം നഷ്ടപ്പെട്ടു. സൂര്യൻ ഉദിച്ച ശേഷമാണ് അവർ ഉണരുന്നത്. ഉടനെ അവർ നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ താഴ്വരയിൽ പിശാചുണ്ട്. അവിടെ നിന്ന് പോയതിന് ശേഷമാണ് അവർ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടിയത് എന്ന് കാണാം. മിഷ്കാത്ത് മിർകാത്ത് 1 വാള്യം 439. ഇതിൽ നിന്നും പൈശാചികബാധയുള്ള സ്ഥലങ്ങളും കൂട്ടത്തിലുണ്ടെന്ന് ഗ്രഹിക്കാം. മാത്രമല്ല, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വെക്കാൻ സ്ഥലം നിരീക്ഷിച്ചിരുന്നു എന്ന് കാണാം. ഇതിനാൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരെയോ മറ്റോ സമീപിച്ച് അവരുടെ സഹായം തേടാം. ഈ രംഗത്ത് ധാരാളം അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളെ ചൂഷണം ചെയ്യാൻ മുതിരുന്ന പലരുമുണ്ട്. പിശാച് ബാധ നീക്കം ചെയ്യാൻ എന്ന വ്യാജേന അന്യ
ആചാരപ്രകാരം പൂജയും ഹോമവുമെല്ലാം നടത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ഓർക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.